Hi everyone, welcome back to our channel Innus Recipe. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമുക്കിന്ന് നല്ല തനി നാടൻ സ്റ്റൈലിൽ മസാല ഒന്നും ചേർക്കാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പയർ മെഴുക്കുവരട്ടി ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 4 പച്ചമുളക് നെടുകെ കീറിയതാണ്. ഈ ഒരു മെഴുക്കുപുരട്ടിക്ക് ആവശ്യമായ എരിവ് മൊത്തം കൊടുക്കുന്നത് ഈ ഒരു പച്ചമുളകാണ്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നല്ല നാടൻ കറിവേപ്പില വേണം ചേർത്ത് കൊടുക്കാൻ. എൻ്റെ കയ്യിൽ ഡ്രൈ ആയിട്ടുള്ള കറിവേപ്പിലേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ അതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് വഴറ്റുക. ഈ മുളകിൻ്റെ തോടൊക്കെ ജസ്റ്റ് ഒരു വൈറ്റ് കളറിലേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആ സമയത്ത് ഇതിലേക്ക് നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അതും കുറച്ച് അധികം വേണം. ഒരു 10-12 ഉള്ളി ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഒരു ഉള്ളി 3 കഷ്ണാക്കി മുറിച്ചാൽ മതി. കുറച്ച് വലുതായിട്ട് തന്നെ ഇരുന്നോട്ടെ, കുഴപ്പമില്ല. അതാണ് അതിൻ്റെ നാടൻ രീതി. അപ്പോൾ നമ്മളത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇളക്കിയ ശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. കാരണം ഉപ്പ് ചേർക്കുമ്പോൾ പെട്ടെന്ന് വഴന്നു വരും. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒത്തിരി മൂത്ത് വരേണ്ട ആവശ്യമൊന്നുമില്ല. നല്ലൊരു മണം വരും. നമ്മുടെ ചെറിയ ഉള്ളി മൂത്ത് വരുമ്പോൾ ആ ഒരു മണം വന്നു കഴിഞ്ഞാൽ നമുക്ക് അച്ചിങ്ങ പയർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അച്ചിങ്ങ വെച്ചിട്ടാണ് മെഴുക്കുപുരട്ടി ഉണ്ടാക്കുന്നത്. അച്ചിങ്ങ എന്ന് പറയുമ്പോൾ നമുക്കിങ്ങനെ കൈകൊണ്ട് ഒടിച്ചെടുക്കാൻ പാകത്തിനുള്ള പയർ. ഇത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള വഴി എന്ന് പറയുന്നത് ഇതുപോലുള്ള പയറുകൾ സെലക്ട് ചെയ്തിട്ട് കഴുകി ഒരുമിച്ച് കട്ടിംഗ് ബോർഡിൽ വെച്ച് ഒരേ ഡിസ്റ്റൻസിൽ കട്ട് ചെയ്തെടുത്താൽ മതി. 1 മിനിറ്റിൽ കാര്യം കഴിയും. ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നല്ലപോലെ മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പയറൊന്ന് വേവിക്കണം. അതിനു വേണ്ടി നടുക്കോട്ട് ഇങ്ങനെ ചേർത്ത് വയ്ക്കുക പയറെല്ലാം. അതിനുശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി വെള്ളത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ. ഈ പയറിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വരും. ഒരു 1/4 ഗ്ലാസ് വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 4 മിനിറ്റ് ഇതുപോലെ വേവിച്ചെടുക്കാം. ഒരു പകുതി വേവൊക്കെ ആവുമ്പോഴേക്കും നമുക്ക് തുറന്നു നോക്കാം. അപ്പം നമ്മൾ തുറന്നു നോക്കിയിട്ടുണ്ട്. പയർ ഏകദേശമൊക്കെ വെന്തിട്ടുണ്ട്. അപ്പം നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇതിലെ വെള്ളം ഒരുവിധമൊക്കെ വറ്റിയിട്ടുമുണ്ട്. അപ്പം ഇത് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് വീണ്ടും നടുക്കിലേക്ക് എല്ലാം കൂടി ചേർത്ത് വയ്ക്കാം. നടുക്കോട്ട് വയ്ക്കുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ കൂട്ടി വച്ചിട്ട് നമുക്ക് അടച്ചു വെച്ച് ഒരു 2-3 മിനിറ്റ് കൂടി വച്ചിട്ട് എടുക്കാം. നന്നായിട്ട് വെന്ത് വരണം കേട്ടോ. ഇപ്പോൾ കണ്ട നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് ഇളക്കിയിട്ട് ഇതിലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. അപ്പം നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഈ ഒരു നാടൻ മെഴുക്കുവരട്ടിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒഴിക്കുന്ന ആ പച്ച വെളിച്ചെണ്ണയും പച്ചമുളകും അതുപോലെ തന്നെ ഉള്ളിയുമാണ് കേട്ടോ. അപ്പം ഈ സമയത്ത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പൊക്കെ ഉണ്ടോ, മുളകുണ്ടോ എന്നൊക്കെ. ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. എരിവ് കുറവാണെങ്കിൽ ഒരു പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒരു 2-3 മിനിറ്റ് ഞാൻ ഇളക്കിയെടുക്കുന്നുണ്ട്. ഞാൻ ഒരു 3 മിനിറ്റ് ഇളക്കിയിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുക. അവസാനം ഇതുപോലെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ ഒരു പച്ച വെളിച്ചെണ്ണയുടെ ടേസ്റ്റും അതുപോലെ നമ്മൾ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ആ മണവും കൂടി നല്ലപോലെ ഈ മെഴുക്കുപുരട്ടിയിൽ വരും. അപ്പം നന്നായിട്ട് ഇതൊന്നുകൂടി റോസ്റ്റ് ചെയ്തെടുക്കണം. 2 മിനിറ്റ് കൂടി ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ പയർ മെഴുക്കുപുരട്ടി റെഡി ആയിട്ടുണ്ട്. ഈ ഒരു മെഴുക്കുപുരട്ടി മാത്രം മതി കേട്ടോ നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇത് നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് എടുത്താൽ മതി. അതിന് മുന്നേ ഇത് അടച്ചു വെച്ച് ഒന്നുകൂടി ചൂട് കയറ്റിയിട്ട് ഓഫ് ചെയ്ത് വെക്കണം. അപ്പോൾ ഈ അടപ്പിൽ ജസ്റ്റ് ഇതുപോലെ ആവി വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. എന്നിട്ട് ആവശ്യമുള്ള സമയത്ത് നമുക്കിതെടുത്ത് ചോറിൻ്റെ കൂടെ കഴിക്കാം.
നെക്സ്റ്റ് ടൈം അച്ചിങ്ങ പയർ വാങ്ങുമ്പോൾ അല്ലെങ്കിൽ കിട്ടുമ്പോൾ ഈ മുളകിടിച്ചൊന്നും വയ്ക്കാതെ ഈ രീതിയിൽ മസാല ഒന്നും ഇടാത്ത തന്നെ നാടൻ വെളിച്ചെണ്ണയുടെ സ്വാദുള്ള തന്നെ നാടൻ മെഴുക്കുപുരട്ടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് മാത്രം മതി ചോറുണ്ണാൻ, അത്രയ്ക്കും ടേസ്റ്റിയാണ്. അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. അതുപോലെ അടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെൽ കൂടി അമർത്തുക. അപ്പം അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.